ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. മാസമുറ ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താനാവില്ലാലോ. നമുക്ക് ഈ ആലോചന തൊട്ട് താഴെയുള്ളവർക്ക് അങ്ങ് നിശ്ചയിക്കാം. വല്യമ്മ പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അമ്മ മാത്രം നേരിയതിന്റെ തുമ്പാല മിഴികൾ ഒപ്പി. ഞാൻ അകത്തളത്തിൽ ചുമരിൽ ചാരി മിഴികൾ അടച്ചു. കോളേജിലെ രക്തദാന ക്യാമ്പിൽ വെച്ചായിരുന്നു ആദ്യം കണ്ടത്. എന്റെ കയ്യിലെ ഞരമ്പിൽ നിന്നും ഒഴുകിയിറങ്ങിയ ഏതാനും മില്ലി രക്തത്തിന്റെ കുറവ് എനിക്ക് ചുറ്റും കറങ്ങുന്ന ബെഞ്ചുകളും ഡെസ്കുകളും 4 ചുമരുകളുമായി പരിണമിച്ചു. കറങ്ങി കറങ്ങി താളം തെറ്റുന്ന പമ്പരം കണക്കെ ഒരു വശത്തേക്ക് ചാഞ്ഞ എന്നെ ബലിഷ്ഠമായ 2 കൈകൾ താങ്ങുകയായിരുന്നു രവി. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ സാരി തലപ്പാലെ ധൃതിയിലൊപ്പി രവി എനിക്ക് നേരെ നീട്ടിയ വെള്ളക്കുപ്പി വാങ്ങി ആർത്തിയോടെ വെള്ളം കുടിച്ചു. ആവുന്ന പണിക്ക് പോയാ പോരെ, ചിരിയോടെ രവി എന്ന് കളിയാക്കി. പിന്നീട് അങ്ങോട്ട് കളിയായും കാര്യമായും അയാൾ എന്നോട് പലതും പറഞ്ഞു. ഞാൻ അയാളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മാത്രം ശ്രമിച്ചു. അയാൾ എന്നിലെ പാതിയായ പെണ്ണിനെ വിടാതെ പിന്തുടർന്ന് തന്റെ മോഹവലയത്തിൽ അകപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നിലെ മറുപാതിയായ പൂർണ്ണതയില്ലാത്ത മറ്റൊരു പെണ്ണ് നിസ്സഹായതയോടെ ഒഴിഞ്ഞു മാറുക മാത്രം ചെയ്തു. അതിന്റെ പര്യവസാനമായാണ് അയാൾ ഇന്ന് ഒരു കല്യാണാലോചനയുടെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. തെറ്റായിരുന്നത്, പാടില്ലായിരുന്നു. താലികെട്ട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ആരും കൂടെ കൂട്ടിയില്ല. എല്ലാരും കൂടെ പോയ ഇവിടെ ആരാ? അമ്പി ഇവിടെ നിന്നോളൂ ട്ടോ. അമ്മ ഒതുക്കത്തിൽ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു. ഏട്ടത്തി, എന്നെ വെറുക്കരുത്. ഇറങ്ങാൻ നേരം സാവിത്രിക്കുട്ടി എന്നെ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ പൊട്ടിപ്പോയി. അവളെ അശേഷിച്ച് നെറ്റിയിൽ നനവുള്ള ചുണ്ടുകൾ അമർത്തി. കാഴ്ചയിൽ എന്നോട് ഏറെ സാമ്യമുള്ള സാവിത്രിക്കുട്ടിയുടെ കൈ പിടിച്ച് അയാൾ പടിയിറങ്ങി പോകുന്ന കാഴ്ച തെക്കിനിയിലെ ജനലരികിൽ പിടിച്ച് നോക്കി നിന്നു. നല്ല യോഗ്യൻ, സാവിത്രിക്കുട്ടിക്ക് നന്നേ ചേരും. എന്നെ കണ്ടപ്പോൾ സരസ്വതി ഏട്ടത്തി പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി. നീ ഒന്നും കഴിച്ചില്ലാലോ. 12 കൂട്ടം കറികളും 2 കൂട്ടം പായസവും അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യ അമ്മ എനിക്ക് മുൻപിൽ വിളമ്പി. അല്പം തണുത്തു പോയിരുന്നെങ്കിലും സ്വാദോടെ കഴിച്ചു. എന്റെ സാവിത്രിക്കുട്ടിയുടെ കല്യാണ സദ്യയാണ്. ഞാൻ രുചിയോടെ ഉണ്ണുന്നത് നോക്കി എനിക്ക് മുന്നിലിരുന്ന അമ്മയുടെ തുളുമ്പി വരുന്ന മിഴികൾ ഞാൻ കാണാതിരിക്കുവാൻ എന്നോണം ഉപ്പേരി വലിയ ഇഷ്ടമല്ലേ നിനക്കെന്നും പറഞ്ഞ അമ്മ ഉപ്പേരി പാത്രം തിരഞ്ഞു. ആദ്യത്തെ 1-2 വിരുന്ന് ഒഴിവാക്കിയാൽ സാവിത്രിക്കുട്ടിയുടെ വരവുകൾ നന്നേ കുറഞ്ഞു. മാസത്തിലൊരിക്കൽ വരുന്ന ഇൻലൻഡിൽ അവസാന ഭാഗത്ത് അമ്പിയേച്ചിയോടുള്ള അന്വേഷണം മുടങ്ങാതെ അറിയിച്ചു. സരസ്വതി ഏട്ടത്തിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഗൾഫിൽ നിന്ന് വന്ന ഗോപേട്ടൻ ഒതുക്കത്തിൽ എനിക്ക് സമ്മാനിച്ച സാരിയും പെർഫ്യൂമും നിഷേധിക്കാനാവാതെ നിസ്സഹായതയോടെ സ്വീകരിക്കേണ്ടി വന്നു. അവിടുന്ന് അങ്ങോട്ട് ഗോപേട്ടൻ പോകുന്നത് വരെ കരുതിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞത്. എന്നിട്ടും ഒരു ഉച്ച നേരത്ത് കുളി കഴിഞ്ഞു വന്ന അറയിൽ കയറി കതകടച്ചപ്പോൾ അലമാരയ്ക്ക് മറവിൽ പരിങ്ങലോടെ ഗോപേട്ടൻ. സരസ്വതി ഏട്ടത്തി കതകിൽ ശക്തിയായി മുട്ടി വിളിച്ചു. നിസ്സഹായതയോടെ കതകു തുറക്കുമ്പോൾ അറിയാമായിരുന്നു സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. നിന്ന നിൽപ്പിൽ ഗോപേട്ടൻ മലക്കം മറയുന്നതും കണ്ടു നിന്നു. ഒടുവിൽ ആ പഴിയും. എന്റെ കെട്ടിയനെ മാത്രമേ കണ്ടുള്ളൂ അസത്തെ. അത്രയ്ക്ക് കഴപ്പാണെങ്കിൽ നാട്ടിൽ എന്തോരം തണ്ടും തടിയുള്ള ആണുങ്ങളുണ്ട്, വിളിച്ച് കേറ്റടി. കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. തുറക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. തൊട്ടു മുന്നിൽ കാഴ്ചക്കാരായി അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. നൂലുകെട്ട് കഴിഞ്ഞ് മണിക്കുട്ടിയെയും എടുത്തുകൊണ്ട് സരസ്വതി ഏട്ടത്തി അന്ന് തന്നെ പടിയിറങ്ങി. പിന്നെ ഏട്ടത്തെയും വീടിന്റെ പടി കടന്നിട്ടില്ല. ഏട്ടത്തിയുടെ മുറയ്ക്ക് വരുന്ന കത്തുകളുടെ അടിയിൽ പോലും സ്ഥാനമില്ലാത്തവളായി അമ്പി. പിന്നീട് സരസ്വതി ഏട്ടത്തിയെ കാണുന്നത് കത്തിക്കരിഞ്ഞ ഒരു മാംസപിണ്ഡമായി തഴപ്പായിൽ. തൊട്ടടുത്ത് വെറും ഒരു മാംസപിണ്ഡമായ അയാളും. അതിന്റെ കാൽച്ചുവട്ടിൽ തറയിലിരുന്ന് എന്തിനെന്നറിയാതെ വാവിട്ട് കരയുന്ന മണിക്കുട്ടി. സഹിക്കാനായില്ല. വാരിയെടുത്ത് മാറോടടക്കി പിടിച്ചു. എന്റെ നെഞ്ചോട് ഒട്ടിക്കിടന്ന ആ ചൂടും പറ്റി അവൾ വളർന്നു. അമ്മ എന്ന് അവൾ വിളിക്കുന്നത് കേട്ട് നിവൃത്തി അടയാൻ ഒരുപാട് കൊതിച്ചു. ഒടുവിൽ അവളുടെ നാവിൽ നിന്നും ആദ്യ അക്ഷരം ഉതിർന്നു വീണു. റ്റ. നീട്ടിയും കുറുക്കിയും ഉച്ചാരണശുദ്ധി വരുത്തിയ റ്റ, പിന്നെ ടി ഇറ്റയായും ഒടുവിൽ ചിറ്റയായും രൂപാന്തരം പ്രാപിച്ചപ്പോൾ ആ കുഞ്ഞു ശരീരം നെഞ്ചോടടക്കി പിടിച്ചു നിന്ന് ഹൃദയം പ്രകടംബനം കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചരിപ്പല്ല ആദ്യമായി തന്റെ വെണ്മ പുറത്തു കാട്ടിയപ്പോൾ, കുഞ്ഞിക്കാലുകൾ നിലത്തമർത്തി വെച്ച് അവൾ ആദ്യമായി നിവർന്നു നിന്നപ്പോൾ, എന്റെ വിരൽത്തുമ്പ് പിടിച്ച് പാദങ്ങൾ പെറുക്കി വെച്ച് മുന്നോട്ട് നടന്നപ്പോൾ എന്റെ ജീവിതത്തിലും വർണ്ണങ്ങൾ നിറയുന്നത് ഞാൻ അറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് മണിക്കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള എന്റെ ജീവിതം, മണിക്കുട്ടിക്ക് വേണ്ടി മാത്രം എന്റെ ദിനങ്ങൾ. ആദ്യമായി സ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവളുടെ സ്കൂളിലെ ആദ്യ ദിനത്തിൽ ആശങ്കയോടെ ക്ലാസ് റൂമിന് പുറത്ത് കാവൽ നിന്നപ്പോൾ, 2-ാം ദിനവും കഴിഞ്ഞ് 3-ാം ദിനവും ഇതേ നിൽപ്പ് തുടർന്നപ്പോൾ ടീച്ചർ ആശ്വസിപ്പിച്ച് തിരികെ പറഞ്ഞയച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയാണ് പോയത്. മണിക്കുട്ടി 4-ാം തരത്തിൽ എത്തിയിട്ടുണ്ടാവും. വടക്കേതിലെ മഹിയേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭാര്യ മരിച്ച മഹിയേട്ടന് ഇനിയുള്ള ജീവിതത്തിൽ ഒരു കൂട്ടാവാൻ അയാൾ എന്നെ ക്ഷണിച്ചു. എന്റെ എല്ലാ കുറവുകളും ഉൾക്കൊണ്ട് തന്നെ.
മണിക്കുട്ടിയും തനിക്കൊരു ഭാരമാവില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ചെവി കൊണ്ടില്ല. അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചു മകൾ ജീവിതത്തിൽ തനിച്ചായി പോകാതിരിക്കാൻ. എനിക്ക് മണിക്കുട്ടി ഉണ്ടല്ലോ അമ്മേ, എനിക്കിപ്പോൾ അവൾ മാത്രം മതി. ഇവളുടെ ചിട്ടയായിട്ട് ജീവിച്ചു തീർന്നാൽ മതി. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. മണിക്കുട്ടി സ്കൂളിൽ പോയാൽ പിന്നെയുള്ള വിരസത ഒഴിവാക്കാനാണ് ലൈബ്രറിയിലെ ജോലി സ്വീകരിച്ചത്. പിന്നീട് അച്ഛന്റെ കാലശേഷം ആ ജോലി വലിയൊരു ആശ്വാസമായി മാറി. ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടുകളും അറിയാതെ എന്റെ മണിക്കുട്ടി വളരണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി രാപകലില്ലാതെ പ്രയത്നിച്ചു. ചുവന്നുപോയ തന്റെ പട്ടുപാവാട കാണിച്ച് മണിക്കുട്ടി ഭയന്ന് കരഞ്ഞ ദിവസം അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, മിഴികൾ നിറഞ്ഞു തൂവി. എന്റെ മണിക്കുട്ടി വലുതായി. അമ്മയാണ് അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തത്. വയറു വേദനിക്കുമ്പോൾ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കൊടുത്തത്. എനിക്കും അതെല്ലാം അറിയാമായിരുന്നെങ്കിലും പ്രായോഗികമായ അറിവിന്റെ കുറവ്. പിന്നീട് അങ്ങോട്ട് തന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്കെല്ലാം അവൾ അമ്മമ്മയെ ആശ്രയിച്ചു. ഈ ചിറ്റയ്ക്ക് ഒന്നും അറിയില്ല, അവൾ കളി പറഞ്ഞു. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. ഇനി കരുതലില്ലാതെ ജീവിക്കാൻ വയ്യ. എന്റെ മണിക്കുട്ടി വലുതാവുകയാണ്. ഞാൻ എന്റെ കാര്യത്തിൽ കൂടുതൽ പിശുക്കിയായി തീർന്നു. മാസങ്ങളോളം സ്വരുക്കൂട്ടി വെക്കുന്ന കാശ് കൊണ്ട് പൊട്ടും പൊടിയുമായി ഓരോന്നും വാങ്ങിക്കൂട്ടി. അപ്പോഴെല്ലാം എന്റെ മണിക്കുട്ടി സർവാഭരണ വിഭൂഷയായി നവവധുവായി തിളങ്ങി നിൽക്കുന്ന കാഴ്ച മനക്കണ്ണിൽ കണ്ടു. എന്റെ മണിക്കുട്ടി പിന്നെയും വളർന്നു. 10ാം തരത്തിൽ ഉയർന്ന മാർക്കോടെ പാസ്സായി. പതിവ് പോലെ വൈകുന്നേരം വീട്ടിൽ വന്ന് കയറിയപ്പോൾ അകത്തളത്തിൽ വീണ് കിടക്കുന്ന അമ്മയെ കണ്ടു. ഏറെക്കുറെ തണുത്തു തുടങ്ങിയ ആ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നു പോയിട്ട് ഏതാനും മണിക്കൂറുകളായി എന്ന് ഓർമ്മപ്പെടുത്തി. അതൊരു ആഘാതമായിരുന്നു. എന്റെ തണൽമരം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നീട് ആ വലിയ വീട്ടിൽ കഴിയാനാവാതെ സിറ്റിയിലെ ഒരു വാടക വീട്ടിലേക്ക് ഞങ്ങളുടെ ജീവിതം പറിച്ചു നടേണ്ടി വന്നു. എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും മണിക്കുട്ടി അതുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേർന്നു. മണിക്കുട്ടിയുടെ കൗമാരകാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സംഘർഷങ്ങളുടേത് കൂടിയായിരുന്നു. കൗമാരം എന്റെ മണിക്കുട്ടിയിൽ വലിയ ചില മിനുക്കുപണികൾ നടത്തി. വലിയ ദേഷ്യക്കാരിയും വാശിക്കാരിയുമായി അവളെ മാറ്റി. നിസാര കാര്യങ്ങൾക്ക് പോലും എന്നോട് വഴക്കിട്ടു. ചിറ്റയ്ക്ക് തന്നെക്കാൾ സൗന്ദര്യമുണ്ടെന്ന് കൂടെ ആകുലപ്പെട്ടു. എന്നോടൊത്ത് അമ്പലത്തിലേക്ക് പോലും വരാതായി. അവളുടെ ലോകം കൂട്ടുകാരികളിൽ മാത്രമായി ചുരുങ്ങി. ചിറ്റ അറു പഴഞ്ചനാണെന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തി. ഞാനാവട്ടെ വനിതാ മാസികകളിൽ കൗമാരകാല മതിഭ്രമങ്ങളെ കുറിച്ച് കൂടുതൽ വായിച്ചറിയാൻ ശ്രമിക്കുകയും എന്നെ തന്നെ മാറ്റി അവളുടെ സുഹൃത്താവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഉപരിപഠനത്തിനായി മണിക്കുട്ടി ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ ഞാൻ ഇവിടെ തനിയെ. വല്ലപ്പോഴും വരുന്ന ഫോൺ കോളുകൾ ജീവവായുവായി. വല്ലപ്പോഴും മണിക്കുട്ടി അവധിക്ക് വരുമ്പോൾ അവൾ ചിറ്റയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന പഴയ മണിക്കുട്ടിയായി. എന്തിനും ഏതിനും ചിറ്റ വേണമെന്ന അവസ്ഥ. ചിറ്റയോടൊത്ത് അമ്പലത്തിൽ പോണം, ചിറ്റയുടെ മടിയിൽ തല വെച്ചുറങ്ങണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന പ്രതീതി. 4 വർഷങ്ങൾക്ക് ശേഷം മണിക്കുട്ടി ഹോസ്റ്റൽ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരികയാണെന്നറിഞ്ഞപ്പോൾ മനസ്സൊരു കൊച്ചു കുട്ടിയെ പോലെ തുള്ളിച്ചാടി. എന്റെ ദിനങ്ങൾക്ക് വീണ്ടും നിറം വെച്ചു തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് മണിക്കുട്ടിയെ ബൈക്കിൽ കൊണ്ടുവിട്ട ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അയൽപ്പക്കത്ത് സരോജിനി ചേച്ചി സൂചിപ്പിച്ചു. പതിവ് പോലെ മണിക്കുട്ടി അടുക്കളയിൽ എന്നെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. വിശേഷങ്ങൾ ചോദിച്ചു. എന്റെ മടിയിൽ തല ചായച്ച് കിടന്നു. ഈ കുട്ടിയുടെ മനസ്സ് ആർക്കാണ് മനസ്സിലാക്കാനാവുക? ജീവിതത്തിൽ ഇന്നേ വരയ്ക്കും സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നു. എന്റെ മണിക്കുട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. തെറ്റും ശരിയും പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ അവളെ വളർത്തിയത്. അവളെ ഒട്ടുമേ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അന്വേഷിച്ചു. ഒട്ടൊരു പതർച്ചയോടെയാണെങ്കിലും ചിറ്റയിൽ നിന്നൊന്നും മറച്ചു വെക്കാതെ എല്ലാം പറഞ്ഞു. പിറ്റേന്ന് തന്നെ അയാളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. അന്യമതസ്ഥനാണെന്നത് പോട്ടെ, കള്ളും കഞ്ചാവും പെണ്ണും. എന്റെ മണിക്കുട്ടി എങ്ങനെ ഇയാളുമായി? എങ്ങനെയും എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തിയേ മതിയാവൂ. ഈശ്വര, ഞാൻ എങ്ങനെ എന്റെ കുട്ടിയെ ബോധ്യപ്പെടുത്തും? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അവളുടെ ഈ മൗനം എന്നെ ആശങ്കപ്പെടുത്തുന്നു. ചിറ്റയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിക്കൂടെ? പ്രതീക്ഷിച്ച ചോദ്യം തന്നെ. അവളെ വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അമിതമായ ഉത്കണ്ഠ എന്നെ തളർത്തി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും എന്നിട്ടും അവൾക്ക് ബോധ്യമായിട്ടുണ്ടോ ആവൂ? ഒന്നും ആ മുഖത്തു നിന്ന് വായിച്ചറിയാനാവുന്നില്ല. ഉറക്കമില്ലാത്ത ആ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ചിറ്റ ഇതുവരെ ഉറങ്ങിയില്ലേ? പാതിരാത്രിയിൽ എപ്പോഴോ ഇരുട്ടിൽ നിന്നും ചോദ്യം കേട്ടു. ഞാൻ അന്നും പറഞ്ഞില്ല, ചിറ്റ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എനിക്കത് സഹിക്കാനാവില്ല. ശബ്ദം ഇടറിക്കൊണ്ടാണ് പറച്ചിൽ. ഞാൻ അവളെ ഒന്നുകൂടെ അടക്കി പിടിച്ച് പുറത്ത് പതിയെ തട്ടിക്കൊണ്ടിരുന്നു. ചിറ്റയുടെ സങ്കടം എനിക്ക് മനസ്സിലാവണുണ്ട്. പക്ഷെ അവനെ മറക്കാൻ പൊട്ടിപ്പിളർന്നാണ് കരച്ചിൽ. തെല്ലൊന്ന് ശാന്തമാവുന്നത് വരെ അടക്കി പിടിച്ചു തന്നെ കിടന്നു. അവളുടെ മനസ്സിൽ ശരിയും തെറ്റും തമ്മിലുള്ള പിടിവലി തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി. എന്റെ നെഞ്ചിലേക്ക് ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് അവൾ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഞാൻ ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു കിടന്നു നേരം വെളുപ്പിച്ചു. ഒരാഴ്ച ജോലിക്ക് പോവാതെ അവളോടൊപ്പം ചിലവഴിച്ചു.
എന്നെ ഭയന്നിട്ടാണോ ചിറ്റേ? അവൾ എന്നോട് ചോദിച്ചു. നിന്നെ ഭയന്നിട്ടല്ല മോളെ. നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് എന്നെ തന്നെയാണ് ഭയം. അവൾ ഒന്നും മിണ്ടാതെ നിമിഷങ്ങളോളം എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവണം. ഒരു ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുന്നിൽ ഒരു ബൈക്ക്. എത്ര അടക്കി പിടിച്ചിട്ടും ഉള്ളിലെ സ്തോഭഭാവത്തെ അടക്കാനാവാതെ വാതിലിൽ ഉറക്കെ ഉറക്കെ തട്ടി വിളിച്ചു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ചെറുപ്പക്കാരൻ എന്നെ ഒട്ടുമേ ഗൗനിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട വിജയഭാവം എന്നെ ഭയപ്പെടുത്തി. ഞാൻ പാഞ്ഞു വീടിനുള്ളിലേക്ക് കയറുകയായിരുന്നു. അവിടെ ഇരുട്ടിൽ മുഖം കുനിച്ചു നിൽക്കുന്ന മണിക്കുട്ടിയെ ഞാൻ കണ്ടു. അവളുടെ അഴിഞ്ഞു ചിതറിയ മുടിയും നെറ്റിയിൽ പടർന്നു കിടക്കുന്ന കുങ്കുമവും ഞാൻ കണ്ടു. എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല. തലങ്ങും വിലങ്ങും തല്ലി, തളരുവോളം. എന്നിട്ടും കലിയടങ്ങാതെ വീണ്ടും തല്ലാനായി ഞാൻ കൈ ഉയർത്തി. തൊട്ടു പോവരുത്, ഇനി തൊട്ടു പോവരുതെന്നെ.